ഹലോ ഗായ്സ്, എല്ലാവർക്കും സെനു ടോക്സിലോട്ട് സ്വാഗതം. രാവിലെ എണീച്ചപ്പെട്ടത് നല്ല അടിപൊളി മഴ, കിടക്കാച്ച പൊളിപ്പം മഴ. അപ്പൊ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാന്ന്. മഴ എന്ന് പറഞ്ഞാലാണ് നല്ല രസല്ലേ. അതിൻ്റെ ഇപ്പൊ നല്ല പച്ചപ്പൂമ്പാടി ആയാലോ. ഔ പൊളി. മഴക്കാലം അല്ലെങ്കിലും ഇടക്കൊക്കെ ഒരു മഴ ഉണ്ട് ഇവിടെ. അത് നിന്നപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതോ. ഇത് ഞങ്ങളെ വീടിന്റെ ബാക്ക് സൈഡ് ആണ്. കണ്ടില്ലേ, ഇവിടെ മണലാണ് ഉള്ളത്, ചരൽ മണ്ണല്ല. ഇതാണ് ഞങ്ങളെ കുളവും പമ്പ് ഹൗസും. എൻ്റെ ഉമ്മമ്മ പറഞ്ഞ് കേട്ടിക്കണ്, പണ്ടൊക്കെ ഈ കുളത്തുനിന്നായിരുന്നു തിരുമ്പലും കുളിക്കലും അങ്ങനത്തെ എല്ലാതും ചെയ്തിരുന്നത്. അന്നൊക്കെ നല്ല വൃത്തിണ്ടായിരുന്നു അർത്ഥറേ. ഇപ്പൊ കണ്ടില്ല, ആകെ വെച്ചറായി കൊടുക്കുകയാണ്. ഇപ്പൊ തീറ്റ വെള്ളം എടുക്കുന്നത് ഞങ്ങളെ പറമ്പത്തെ തെങ്ങ് നനയ്ക്കാനാണ്. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതലുള്ള തെങ്ങാളാണ്. അതൊക്കെ നനക്കാൻ എല്ലാവരുടെ വീട്ടിലും കുളങ്ങളോ വാടകളോ ഒക്കെ ഉണ്ടാക്കും. ഇതാണ് ഞങ്ങളോടത്തെ കുളം. ചുറ്റും നല്ല പച്ചപ്പ് കാണുന്നു. കണ്ടില്ലേ, ഒരു മഴ പെയ്താൽ മതി എല്ലായിടത്തും പുല്ല് വരും. കുളം നന്നാക്കാത്തോണ്ട് തന്നെ ആകെ വള്ളിയാളും അതും ഇതൊക്കെ കൂടെ ഒരു കഥയാണ്. ഇതില് മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ പിടിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നീന്താൻ അറിയാത്തോണ്ട് ഇന്നെ വിടാൻ നോക്കി വീണതാണ് ഗായ്സ്. സാരില്ലേ, പോട്ടെ. കണ്ട മീനെ കണ്ട് സന്തോഷാണ് അത്. ഞാനും എൻ്റെ കാക്കാരും ദീദിയും കൂടെയാണ് മീൻ പിടിക്കാൻ പ്ലാൻ ഇട്ടത്. കാക്കാർ അടിപൊളിയാണ് മീൻ പിടിക്കാൻ. ഞാൻ വേഗം പോയിക്കാണ്ട് എന്താക്കി, അലീബാന്റെ പീടിയെ പോയിച്ച് 2 ഈർമ്പും അതിനുള്ള കുളത്തും വാങ്ങിക്കൊണ്ട്. കണ്ടില്ല നിങ്ങള്, ആ നീണ്ട കൊള്ളിമ്പോ കെട്ടിയതാണ് ഗായ്സ്. ഇന്റെ സ്വന്തം മുട്ട് നടക്കണ ഏതെങ്കിലും ഒരു കുഞ്ഞു മീനെങ്കിലും കൊത്തിയാ മതി. അത് സ്വപ്നം കണ്ടുകാണ്ട് ഇരുത്തോട്ടത്. എന്തായാലും മീൻ പിടിക്കൽ മക്കളെ പൊള്ളിയാണ്, വേറൊരു വൈബാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ പിടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. നോക്കി ഇരിക്കുന്നല്ലാതെ കുറിപ്പാറിൽ കുട്ടി പോലും കിട്ടിയില്ല. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ, ചൂണ്ട ഇങ്ങനെ ഇടക്കിടക്ക് പൊന്തിച്ചോക്കണം, വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ. അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും മീൻ കൊത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ചൂണ്ടനെ പോക്ക് അവിടെ ഇവിടെയും കുടുങ്ങിയെന്നാൽ എനിക്കൊന്നിനും കിട്ടിയില്ല. അപ്പൊ ചെറുതായിട്ട് നിനക്ക് ചടച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലോണം നോക്കിക്കോളി, എട മോനെ അടിച്ചൊരു വരാലി. കത്തും കൊക്കേച്ച് പോയി. ആ മീൻ ഇഞ്ച കൊക്കേച്ച് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ട് ഗായ്സ്. വീട്ടിലെ ഞാൻ ഓനെ പൊക്കും ഞാൻ. ഇതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് പിന്നെ ഞാൻ ചൂണ്ടിടാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ട് തോറ്റെടുക്കാൻ പറ്റൂലല്ലോ. ഒന്നിനെങ്കിലും പിടിച്ചാതെ ഇന്നെ തിരിച്ചു പോക്കില്ല. സത്യം ഇത് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം, പണ്ട് ഞങ്ങൾ വേസ്റ്റ് ഒരു ആമക്കുട്ടീനെ കിട്ടി. അത് ഞങ്ങൾ രക്ഷിച്ച് കുളത്ത് കിട്ടുകയാണ്. അതിനിപ്പോൾ മക്കളും മരക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടാവൂലേ. ഓല് ചിലപ്പോൾ ഈ കുളത്തിൽ ഒരു പഞ്ചായത്ത് തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇടക്ക് സൗണ്ട് ഉണ്ടാക്കാതെ കുളത്തിൻ്റെ അതിൽ കൂടെ പോകുമ്പോൾ ആമക്കുട്ടന്മാരെ കാണലുണ്ട്. അന്ന് രക്ഷിച്ച ആമൻ്റെ ആരെങ്കിലും ആയിക്കൂലേ. ആമൻ്റെ കഥ പറഞ്ഞിരുന്നിട്ടൊന്നും എനിക്കൊരു മീനും കിട്ടിയില്ല ഗായ്സ്. എൻ്റെ ഇക്കാർക്ക് കുറച്ച് പൊരിക്കും കുട്ടികളൊക്കെ കിട്ടിയിട്ടോ. ഓരോ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ എടുക്കാത്തത്. ഇതാണ് എൻ്റെ ഇക്കാർക്ക് കിട്ടിയ മീനാള്. സിദ്ധു മീമിന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ അത്. പിന്നത്തെ ഫിഷിങ് ഞങ്ങൾ നിർത്തി. പാർട്ട് 2 ഉടൻ വരും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.